നമ്മൾ കേരളീയർ ആരോഗ്യ സംരക്ഷണത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പ്രത്യേക മാസമാണ് കർക്കിടക മാസം. ആ മാസത്തിലൊരു ആരോഗ്യ സംരക്ഷണത്തിനുള്ള ഒരു പ്രത്യേക ഘടകം തന്നെയാണ് ഈ ഔഷധക്കഞ്ഞി. നമ്മളിവിടെ ഔഷധക്കഞ്ഞി തയ്യാറാക്കാൻ പോവാണ്. അതിന്റെ ചേരുവകളാണ് ഇതെല്ലാം. അപ്പൊ ഡോക്ടറോട് നമുക്ക് ചോദിക്കാം എങ്ങനെയാ അതെന്ന്. ഡോക്ടർ, ഇവിടെ ഈ ഔഷധക്കഞ്ഞിയുടെ പ്രധാനമായിട്ടും 7 ഘടകങ്ങളാണ് ഇതിലുള്ളത്. കഷായ മരുന്ന്, അതുപോലെ പൊടിമരുന്ന്, ഞവരേരി, അതിന്റെ തൊണ്ട് കളയാത്ത അല്ലെങ്കിൽ തവിട് കളയാത്ത ഞവരേരി, ഉലുവ, ആശാളി, തേങ്ങാപ്പാല്, നറുനെയ്യ്, അതുപോലെ ചുവന്നുള്ളി. ഇത്രയും ഘടകങ്ങളാണ് നമ്മൾ ഈ ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോ ഔഷധക്കഞ്ഞിയുടെ പ്രത്യേകത എന്നത് പണ്ട് കാലങ്ങളിലൊക്കെ നാട്ടിൻമുറങ്ങളിലും ജനങ്ങളുടെ ഇടയിൽ വളരെയധികം പ്രചാരത്തിൽ നിന്ന് വളരെ അനേക വിധത്തിലുള്ള ഔഷധക്കഞ്ഞികൾ ഉണ്ടാക്കി ഉപയോഗിക്കാറുണ്ട്. അതാത് കാലാവസ്ഥയ്ക്ക് അനുസരിച്ചും രോഗത്തിനനുസരിച്ചും അതുപോലെ ഔഷധങ്ങളുടെ ലഭ്യതയ്ക്ക് അനുസരിച്ചൊക്കെയാണ് അന്ന് ഈ ഔഷധക്കഞ്ഞികൾ ഉണ്ടാക്കി ഉപയോഗിച്ചിരുന്നത്. അന്ന് ഉപയോഗിച്ചിരുന്ന 1-2 മരുന്നുകൾ ചേർത്ത് അത് കിട്ടുന്നതിനനുസരിച്ചൊക്കെ ഔഷധക്കഞ്ഞി ഉണ്ടാക്കി ഉപയോഗിക്കുന്നു. മിക്ക മരുന്നുകളും തന്നെ നമ്മുടെ വീടിന്റെ തൊടിയിലും വീട്ടുമുറ്റത്തും ഒക്കെ നിന്ന് കിട്ടുന്ന പച്ചമരുന്നുകളും അതുപോലെ നമുക്ക് വളരെ സുലഭമായിട്ടുള്ള മരുന്നുകൾ, പൊടിമരുന്നുകളായിട്ട് ചേർത്ത് ഞവരേരി ചേർത്ത് കഞ്ഞി ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണ് ചെയ്യാം. ഇവിടെ ഈ ഞവരേരി എന്ന് പറയുന്നത് വ്രീഹിധാന്യങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അരിയാണ് ഞവരേരി. അതിന് വളരെയധികം ഗുണങ്ങളുണ്ട്. ത്രിദോഷ ശമനമാണത്. 3 ദോഷങ്ങളെയും ഹനിക്കാനും അതുപോലെ ആരോഗ്യ സംരക്ഷണത്തിന് ബൃംഘണമായിട്ടുള്ള ശരീര പോഷകരമായിട്ടുള്ള അങ്ങനെ വളരെയധികം പ്രാധാന്യം ഞവരേരിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് ഞവരേരി ചേർത്ത് ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ അത് മുളയരിയും അതുപോലെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ സാധാരണ അരിയും ഉപയോഗിച്ച് അന്ന് ഉയർന്ന നിലവാരത്തിൽ ജീവിച്ചിരുന്നവരൊക്കെയാണ് ഞവരേരി കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടാവുക. ഇന്ന് അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ജനങ്ങൾക്ക് ഈ ആയുർവേദത്തിന്റെ മഹത്വവും അല്ലെങ്കിൽ ആയുർവേദത്തിന്റെ ഈ ഔഷധങ്ങളുടെ ഗുണമൊക്കെ തിരിച്ചറിഞ്ഞ് ഇന്ന് ഈ പണ്ടുണ്ടായിരുന്ന വിധത്തിലുള്ള ഈ ഔഷധക്കഞ്ഞി ഉപയോഗിക്കുന്നതിലേക്ക് ജനം തിരിച്ചു വന്നിരിക്കുകയാണ്. അതൊക്കെ തന്നെയാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഈ ഔഷധക്കഞ്ഞികൾ ഇന്നും നഗരങ്ങളിലും വലിയ വലിയ മെട്രോപൊളിറ്റൻ സിറ്റികളിലും ഇന്നത് ഉപയോഗിക്കുന്നതും ഈ ഔഷധക്കഞ്ഞി ഉണ്ടാക്കി ഉപയോഗിക്കുന്നു. നമ്മളിവിടെ ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്നതിന്റെ ഒരു ചെറിയ രീതിയിൽ അത് തയ്യാറാക്കാൻ എങ്ങനെ ഈസി ആയിട്ട് പറ്റും അല്ലെങ്കിൽ എങ്ങനെ അത് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാനാണ് ഇവിടെ പോകുന്നത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അരി വേവിക്കാനായിട്ട് ഈ കഷായ മരുന്ന് അല്ലെങ്കിൽ കഷായത്തിന്റെ പൊടിമരുന്ന്, ഇത് 21 കൂട്ടം മരുന്നുകൾ ചേർത്തിട്ടുള്ളതാണ്. കുറുന്തോട്ടി, ഓരില, മൂല, ശതാവരി, അങ്ങനെ 13 കൂട്ടം മരുന്നുകൾ ഉണക്കി പൊടിച്ച പൊടിയാണിത്. ഇത് ചതച്ചു പിഴിഞ്ഞ നീരായിട്ടും ചേർക്കും. അപ്പൊ ഈ പൊടി നമ്മൾ ആവശ്യത്തിന് പൊടി ഇതിനകത്ത് ചേർക്കുക. നമ്മളിവിടെ 100 ഗ്രാം അരിയിട്ട് വേവിക്കാനുള്ള പൊടിയാണ് ഇതിൽ ചേർക്കുന്നത്. അതിനകത്ത് 1.5 ലിറ്റർ വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. വെള്ളം ഒഴിച്ചു. എന്നിട്ടത് കത്തിക്കുക. ഈ കഷായ മരുന്നിട്ട് ഈ വെള്ളത്തിൽ തിളപ്പിച്ച് 5 മിനിറ്റ് തിളച്ചതിന് ശേഷം അതിന്റെ വെള്ളം നന്നായിട്ട് അതിന്റെ സത്ത് അതിനകത്ത് കിട്ടാനായിട്ട് ഇത് സഹായിക്കുന്നു. ഈ വെള്ളം തിളച്ചു വരുമ്പോൾ ഇത് അരിച്ചെടുത്തിട്ട് ഈ പൊടി നന്നായിട്ട് അരിച്ചെടുത്തിട്ട് അതിനകത്ത് ഈ ഞവരേരിയിട്ട് വേവിക്കുകയാണ് ചെയ്യുക. ഇപ്പൊ ഇവിടെ കഷായ മരുന്നിട്ട് ഈ വെള്ളം തിളച്ചു കഴിഞ്ഞു. ഇനി ഇതിന്റെ തെളി ഊറ്റിയെടുത്തിട്ട് ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നത് ഞവരേരി. അത് 400 ഗ്രാം ഞവരേരിയാണ്. ഇതിന്റെ 100 ഗ്രാം നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നു. $10 ഗ്രാംസ് വീതമുള്ള കയ്യിലാണ് 10 ഹീപ്പ് ഇങ്ങനെ ഇടാം. ഞവരേരി ചേർത്തു. ഇതിന്റെ ഒപ്പം തന്നെ ഉലുവയും ആശാളി കുറേശ്ശെ 5 ഗ്രാംസ് വീതം. ഇത് 5 ഗ്രാം സ്പൂണിന് 1 സ്പൂൺ വീതം ഉലുവയും ആശാളിയും ചേർക്കാം. ഉലുവ, ആശാളി 1 സ്പൂൺ ചേർത്തു. എന്നിട്ട് ഇത് 3 കൂടെ നന്നായിട്ട് വേകാനായിട്ട് അടച്ചു വെക്കാം. അടച്ചു വെച്ച് നന്നായിട്ട് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യും. പിന്നെ അവരെ നന്നായിട്ട് വെന്ത് ഉലുവയും ആശാളിയും അതിന്റെ പ്രത്യേകത നല്ല ചൂടുള്ളതാണ്. അതുപോലെ തന്നെ വാദപ്രധാനമായിട്ടുള്ള
രോഗങ്ങൾക്കൊക്കെ വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. സന്ധികൾക്കുണ്ടാകുന്ന വേദന, അതുപോലെ അഗ്നിമാന്ദ്യം, ഇതിനെയൊക്കെ തീർക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നു. ഈ ഞവരേരി ഈ ഉലുവയും അശാളിയും ചേർത്ത് നന്നായി വെന്തതിന് ശേഷം ഇവിടെ പൊടിമരുന്നുകൾ, ഉലുവ, ജാതിക്ക, പത്രി, ഗ്രാമ്പു, അതുപോലെ കക്കുംകായ തുടങ്ങി 13 കൂട്ടം മരുന്നുകൾ ചേർത്തുണ്ടാക്കുന്ന പൊടിമരുന്നാണ്. ആ പൊടിമരുന്ന് നന്നായിട്ട് ഞവര അരി നന്നായിട്ട് വെന്ത് വരുന്ന പാകത്തിൽ ആ പൊടിമരുന്നും അതുപോലെ തേങ്ങാപ്പാല് ഒരാൾക്ക് കഴിക്കാനുള്ളതിന് 1/2 കപ്പ് ചേർക്കാം. അപ്പൊ 4 ആൾക്ക് കഴിക്കാനായിട്ട് 2 കപ്പ്, ചെറിയ കപ്പിന് മിക്സ് 2 കപ്പ് തേങ്ങാപ്പാൽ അത് ചേർത്ത് അതിനോടൊപ്പം തന്നെ ആ പൊടിമരുന്നും ചേർത്ത് നന്നായിട്ട് വേവിച്ച് കഞ്ഞി നന്നായിട്ട് വെന്ത പാകത്തിൽ ഇറക്കി വെക്കാം.